ജഗദീഷ് സംസാരിക്കും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാമ്പയിനാണ് നടന്നിട്ടുള്ളത്. സ്ഥാനാർത്ഥികൾ അവരുടെ പ്ലസ് നല്ല രീതിയിൽ മെമ്പേഴ്സിന്റെ ഇടയിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും വളരെ ഹീറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് നടന്നിട്ടുണ്ട്, വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ജനറൽ ബോഡിയിലെ ഒരു പ്രോസസ് എന്ന നിലയിൽ എല്ലാവരും സമ്മതിച്ച കാര്യം അമ്മയിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നാണ്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന നിലയിൽ അവരവരുടെ വോട്ടവകാശം വിനിയോഗിച്ചു. നല്ല ടേൺ ഔട്ട് ഉണ്ടായിരുന്നു. കുറച്ചൊരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യം കഴിഞ്ഞ ജനറൽ ബോഡിക്ക് അടുപ്പിച്ചാണ് ഈ ജനറൽ ബോഡി വെച്ചിട്ടുള്ളത്, സ്പെഷ്യൽ ജനറൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട. എന്നാൽ പോലും 298 അംഗങ്ങൾ എത്തി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുറച്ചുപേർക്ക് അസുഖം അവരുടെ എത്താൻ പറ്റാത്തതിന്റെ സാഹചര്യമൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇലക്ഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഇലക്ഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാനായി ഇതിന്റെ റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് മനോജ് ആൻഡ് ഹിസ് ടീം അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവര് ഇലക്ഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ് എന്താണെന്നുള്ളത് നമ്മൾ അപ്പോൾ പറയുന്നതാണ്. ഇപ്പോ ലെറ്റ് മീ കോൾ അപ്പോൺ സ്റ്റേജ് അഡ്വക്കേറ്റ് മനോജ് ആൻഡ് ഹിസ് ടീം, പ്ലീസ്. ഗുഡ് ഈവനിങ്. ഞാനിവിടെ റിസൾട്ട്സ് മാത്രം അനൗൺസ് ചെയ്യാം. അതിനു മുമ്പ് ഞങ്ങളുടെ ഈ ഇലക്ഷൻ നല്ല രീതിയിൽ സുഗമമായി നടത്താൻ സാധിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. അതേപോലെ തന്നെ എന്റെ കൂടെ എന്റെ ടീമായി നിന്ന് പ്രവർത്തിച്ച എല്ലാവരും ഹൈക്കോടതി അഭിഭാഷകരാണ്, അവർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഞാൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ്. പ്രസിഡന്റ്, ഞാൻ ഓരോരുത്തർക്ക് കിട്ടിയ വോട്ട് വായിക്കാം, ഇൻവാലിഡ് വോട്ടും വായിക്കാം, അവസാനം ഡിക്ലറേഷനും പറയാം കേട്ടോ. ദേവൻ എസ് കിട്ടിയ വോട്ട് 132, ശ്വേത മേനോൻ 159, ഇൻവാലിഡ് വോട്ട്സ് 6 ശ്വേത മേനോൻ ഡിക്ലെയർ ഇലക്ടഡ് ആസ് പ്രസിഡന്റ്. അടുത്തത് വൈസ് പ്രസിഡന്റ് ഇലക്ഷനാണ്. റിസൾട്ടാണ്. ജയൻ ആർ 267, ലക്ഷ്മി പ്രിയ 139, നാസർ ലത്തീഫ് 96, ഇൻവാലിഡ് വോട്ട്സ് 8. ജയൻ ആർ ആൻഡ് ലക്ഷ്മി പ്രിയ ഡിക്ലെയർ ഇലക്ടഡ് ആസ് വൈസ് പ്രസിഡന്റ്. അടുത്തത് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ 172, രവീന്ദ്രൻ 115, ഇൻവാലിഡ് വോട്ട്സ് 11. കുക്കു പരമേശ്വരൻ ഡിക്ലെയർ ഇലക്ടഡ് ആസ് ജനറൽ സെക്രട്ടറി. അടുത്തത് ട്രഷറർ അനൂപ് ചന്ദ്രൻ KR 108, ഉണ്ണി ശിവപാൽ 167, ഇൻവാലിഡ് വോട്ട്സ് 23. ഉണ്ണി ശിവപാൽ ഡിക്ലെയർ ഇലക്ടഡ് ആസ് ട്രഷറർ. അടുത്തത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വനിതാ സംവരണ സീറ്റുകളാണ്. അഞ്ജലി നായർ 219, ആശ അരവിന്ദ് 221, നീന കുറുപ്പ് 218, സജിത ബേട്ടി 145, സരയു മോഹൻ 224. ഞാൻ ഓർഡറിൽ സെലക്ട് ചെയ്ത ആൾക്കാരെ വായിക്കാം. സരയു മോഹൻ, ആശ അരവിന്ദ്, അഞ്ജലി നായർ ഡിക്ലെയർ ഇലക്ടഡ് ആസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ലേഡി റിസർവേഷൻ. അടുത്തത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ ജോയ് മാത്യു 225, 257, നന്ദു പൊതുവാൾ 165, ഡോക്ടർ റോണി ഡേവിഡ് രാജ് 213, സന്തോഷ് കീഴാറ്റൂർ 243, സിജോയ് വർഗീസ് 189, ടിനി ടോം 234, വിനു മോഹൻ 220, കൈലാഷ്, സന്തോഷ് കീഴാറ്റൂർ, ടിനി ടോം, ജോയ് മാത്യു,
Vinu Mohan, Dr. Ronnie David Raj, and Sijoy Varghese. They are declared elected as Executive Committee General. Thank you.